അച്ഛൻ മീൻ മറക്കാൻ പോവാണ്. ഇന്ന് വലിയ ഉഷാറൊന്നുമില്ല. കാരണം എന്താ വെച്ചാലേ ഉണ്ണിക്ക് ഒരു ഇഞ്ചക്ഷൻ അടിച്ച കാരണം, ഒരെണ്ണല്ല 3 ഇഞ്ചക്ഷനാ, 2 തൊടയിലും ഒരു കയ്യിലടിച്ച കാരണം ഇന്ന് വീഡിയോ ചെയ്യാനുള്ളൊരു മൂടൊന്നുമില്ല. പിന്നെ നമ്മളിതിലും വലിയ പ്രതിസന്ധികൾ നമ്മൾ നേരിട്ട് വന്ന കാരണം അതങ്ങനെയാണ്. ഇപ്പോൾ മാന്തളാട്ടാ, ഉണക്ക മാന്തൾ വറുത്തെടുക്കുകയാണ്. പക്ഷെ ഉണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദിയമോളിതാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വത്തിന്റെ വിശേഷങ്ങൾ പറയും. അപ്പോഴേക്കും അച്ഛൻ മീൻ വറുത്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ വണ്ടിയിൽ ഇരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു ഉണ്ണിക്ക് 2 കാലിൽ ഇഞ്ചക്ഷൻ കുത്തിയിട്ടുണ്ട്, 2 എണ്ണം, പിന്നെ കയ്യിലൊരു ഇഞ്ചക്ഷൻ കുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചു ഉണ്ണിക്ക് ഇഞ്ചക്ഷൻ കുത്തിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞാണ്. അപ്പം ഞാൻ വേഗം എൻ്റെ ടൈം ടേബിളൊക്കെ നോക്കിയിട്ട് അതൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഇനി പഠിക്കാനുണ്ട്. അതും കൂടി പഠിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറുണ്ണും. അപ്പോൾ ചോറുണ്ണുമ്പോൾ ഞങ്ങൾ എന്തായാലും വീഡിയോ ചെയ്യും. എന്തായിരിക്കും സുഖമല്ലേ എല്ലാവർക്കും? ഞങ്ങൾ മാന്തൽ വരച്ചിട്ട് ഞങ്ങൾ ചോറുണ്ണും. ഞങ്ങൾ ചോറുണ്ണാൻ പോവാണ്. ഞാൻ കാണിച്ചു തരാം. ഹലോ, എനിക്ക് സൂചി കുത്തിയില്ലേ? എനിക്ക് സൂചി കുത്തിയോണ്ടേ ഒരു ഉഷാറില്ലല്ലേ ആർക്കും. ഞാൻ തന്നെ പറഞ്ഞു ഉണ്ണിക്കൊരു ഉഷാറില്ല. ഇവിടെ ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഇവിടെ ഒരു ഉഷാറുണ്ടാവില്ല. ഉണ്ണിങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ കളവിൽ കൂട്ടിയിരിക്കും എന്ന് പറഞ്ഞിട്ട് അത് നല്ല സന്തോഷം. അപ്പോൾ അത് മുണ്ടാട്. പിന്നെ ഇടയ്ക്ക് കാലും കൈയും ഇങ്ങനെ ആട്ടുമ്പോൾ നല്ല വേനല്ല, അപ്പോൾ എനിക്ക് അറിയാം. അതുകൊണ്ട് അമ്മ എടുത്തോണ്ടിരിക്കുക. നാളെയും കൂടി കഴിഞ്ഞത് മാറും. ഇന്നൊരു ഉഷാറൊന്നുമില്ല. കാരണം ഉണ്ണിക്ക് ഇഞ്ചക്ഷൻ എടുത്തോണ്ടേ ഉണ്ണി ആകെ കരച്ചില്. അവള് നിലത്ത് കിടക്കണില്ല, കാല് ഇതാക്കി. കാല് ഇളക്കുമ്പോൾ ഭയങ്കര വേദനയാണ്. ചേട്ടൻ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചു. പക്ഷെ അതുണ്ടാവും. സാധാരണ ദിയമോൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അവൾക്ക് ഒരു തൊടയമേ ഒരു കയ്യുമ്മേ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇഞ്ചക്ഷനുകളൊക്കെ മാറ്റി തോന്നുന്നു. അതിൻ്റെയാണെന്ന് എനിക്ക് തോന്നണേ. കുട്ടികൾക്ക് വയ്യാണ്ടാവുമ്പോൾ എന്താല്ലേ ഒരു സുഖം ഉണ്ടാവില്ല. സത്യത്. അതെ. ദിയമോള് വന്നപ്പോഴും ഇല്ലെങ്കിൽ ദിയമോള് വന്ന ഉണ്ണിക്ക് കുറേ ഉമ്മയും ഇതൊക്കെ കാണിച്ച് കളിക്കും. അവൾക്കും ഒരു ഉഷാറില്ലെന്ന്. എന്താ പറയുക, എന്താല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമം പറച്ചിലായിരുന്നു എൻ്റെ അടുത്ത്. ഇങ്ങനെ സുത്താ ശരിയാവും, നാളേക്ക് റെഡിയാവും. അല്ലെങ്കിൽ ഞാൻ വന്ന ഉടനെ തന്നെ രാവിലെ എഞ്ചിട്ടിക്ക് ഉറക്കാനൊക്കെ പറ്റി. പക്ഷെ ഇപ്പോൾ സ്കൂളിൽ പോയോണ്ട് പറ്റിയില്ല. സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് ഇഞ്ചക്ഷനൊക്കെ കുത്തിയില്ലേ. ഞങ്ങൾ കാലത്ത് വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ എല്ലാവരും ചോദിക്കുന്നറിയാം വിശേഷങ്ങൾ എന്തായിന്ന്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് എടുത്തതാണ്. കാലത്ത് ഞാനും ഉണ്ടായിരുന്നില്ല, അമ്മയും ഉണ്ടായിരുന്നില്ല, അച്ഛനും ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങള് ഹെൽത്തിലേക്ക് പോവുകയും ചെയ്തു. ദിയമോള് സ്കൂളിലേക്കും പോയി. അച്ഛനെ സ്കൂളിൽ കൊണ്ടാക്കി. ഒരു ദിവസം ഞാൻ സ്കൂളിൽ പോയില്ലേ, കോട്ടിട്ടിട്ട് കൂട്ടിയാൻ മറന്നു. ഞാൻ ചോദിക്കണം ഞാൻ നീ വന്നിട്ട് ചോദിക്കണം വെച്ചാൽ വല്ല അങ്ങോട്ട് കേട്ടിട്ടോ. അപ്പൊ സ്കൂളിൽ കൂട്ടി വെച്ചിട്ട് ഞാൻ മറന്നു. ഇതാദ്യം കൂട്ടിന് ടീച്ചർ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെയാന്ന്. അതെ, ഞാന് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഉണ്ണി കരയുമ്പോ ഞാൻ ഇങ്ങനെ നോക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്ത് ദിയമോളുടെ കോട്ട് എവിടെ പോയി എന്നിങ്ങനെ ആലോചിച്ചു. എന്നിട്ട് വന്നിട്ട് ചോദിക്കണം വിചാരിച്ചു, മറന്നു. ഫസ്റ്റ് ഞാൻ
അച്ഛനെ കൊണ്ടാക്കി ഫസ്റ്റ്. എന്നിട്ട് നിങ്ങളെല്ലാരും കൂടി എൽത്തിലേക്ക് പോയി, പെട്ടിയുടെ എൽത്ത് അങ്ങോട്ട് പോയി. എന്നിട്ട് ചേച്ചി വന്നിട്ട് അച്ഛനെ കൊണ്ടുപോയപ്പോ അമ്മ ഉണ്ണി എന്താ അവിടെ ഇരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉണ്ണിക്ക് നാളെ മാറും. അതായത് അവൾക്ക് ആ കാല് നല്ല കടച്ചിലും വേദനയുണ്ട്. ഇന്നൊരു ദിവസം എന്തായാലും ഉണ്ടാവും. പിന്നെ ചെറുതായിട്ട് പനിക്കണുണ്ട്, മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പനിച്ചു പോണം എന്നാണ് പറഞ്ഞത്. പനിച്ചാലാണ് അത് ഉള്ളിലേക്ക് എഫക്റ്റ് ആയി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചേട്ടന്താ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ദിയക്ക് ഒരു കാലുമ്മല ഒരു തൊടയുമ്മല ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ ഉണ്ണിക്ക് ഇത് മാറ്റിയോണ്ടാ തോന്നുന്നു. ഇപ്പൊ ഇഞ്ചക്ഷനുകളൊക്കെ മാറിണ്ടാവേ. അതാവും. ഇതേ ചേട്ടത് അവിടെ മീനൊക്കെ വറക്കുന്നുണ്ട്. പണ്ടത്തെ കാലത്തെ പോലെ എനിക്ക് അവിടേക്ക് പോവാനും പറ്റിയില്ല. കിടക്കയില് കിടത്തി അപ്പ എനിക്ക് വയ്യ, കാലിങ്ങനെ ഇളക്കുമ്പോ വേനക്കേനെ. അപ്പൊ അങ്ങനെയുള്ള വിശേഷങ്ങള്. മീനൊക്കെ വറുത്ത് ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ്. എല്ലാരും ഫുഡൊക്കെ കഴിച്ചാ? കറികളൊക്കെ വെച്ചുട്ടാ. ഞാൻ കറികളുടെ പേരൊക്കെ പറഞ്ഞുതരാം. ചെറുപയർ ഉപ്പേരി, മീൻ വറുത്തത്, മുട്ട പൊരിച്ചത്, പിന്നെ സബോളയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സാക്കിയിട്ട് വെള്ളം, ചോറ്, ഇതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവാട്ടോ. അവിടെ എല്ലാവരും ചോറുണ്ടായി, ഞങ്ങൾ ചോറുണ്ണാണ് കേട്ടോ. അപ്പം ഞങ്ങളിന്ന് കട്ടിലായിരിക്കണേ. അച്ഛതൊക്കെ ഉണ്ടാക്കി. ഞങ്ങളിന്ന് കട്ടിലായിരിക്കണേ. ഞാനെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചോറ് കഴിക്കാൻ പോകണേ. എല്ലാവർക്കും കിട്ടാൻ ഇന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഊണായിക്കലാണ്. കാരണം ഞങ്ങളിന്ന് എല്ലാവരും കട്ടൽ മരുന്നിട്ടാണ് കഴിക്കുന്നത്. ഇന്ന് അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഋഷ്യ ഇവിടെ വന്നിട്ടുണ്ട്. ഋഷ്യ ബാത്റൂം പോയപ്പോൾ ഞാൻ ഉണ്ണീനെ എടുത്തതാണ്. ഞാൻ ഇന്നിപ്പോൾ ഒരുവിധമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഒരു തട്ടിക്കൂട്ട് ഇന്ന് നമ്മുടെ സ്പെഷ്യലാണ്, അത്രേ ഉള്ളൂ. നമുക്ക് പറ്റാത്തതല്ല. അപ്പം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കിട്ടോ. നല്ല ഉഷാറായിട്ട് നാളെ ഒരു വീഡിയോ ചെയ്യാം. ഇന്നിപ്പോൾ എന്തായാലും ഇഞ്ചക്ഷൻ അടിച്ചാലൊരു ഇതാണല്ലോ ഉണ്ണിയുടേത്. അവളുടെ കളികളൊക്കെ ഒന്നും ഇല്ല. കണ്ണ് തുറന്നിട്ടുള്ള കളിയൊന്നും കാണാനില്ലാത്ത കാരണം വലിയൊരു മൂഡില്ല കേട്ടോ. അതുകൊണ്ടാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.